ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമെന്ന് മന്ത്രി. INTUC അധ്യക്ഷ പദവിയിൽ R ചന്ദ്രശേഖരന് പിന്തുണ. തൃശൂരിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ചത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ സംഘടനയെ തകർക്കാനാണെന്ന് ചന്ദ്രശേഖരൻ. കൊരട്ടിയിൽ നടുറോഡിൽ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ് ഉദയകുമാറിനാണ് പോലീസ് മർദ്ദനമേറ്റത്. പുതുക്കാട് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പൊട്ടിയ പ്രധാന കേബിളുകൾ മാറ്റി സ്ഥാപിച്ചു. റോഡ് നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനിടെയാണ് കേബിളുകൾ പൊട്ടിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ ധനസഹായം വിതരണം ചെയ്തു. ദേവസ്വം മന്ത്രി K മുരളീധരൻ സഹായ വിതരണം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട പൊരുത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി. വീടിന് മുകളിലെ ട്രസ് പറന്നുപോയി. പുതുക്കാട് വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. നെടുപുഴയിൽ ഫൈബർ ബോട്ട് മുങ്ങി. കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളന് താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാനാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും DGP തല അന്വേഷണമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതായും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. തുടക്കം മുതലേ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം PSCയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണവും അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അന്വേഷണം ആവശ്യമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. ഇവരെ തുറങ്കിലടക്കണം. ഇവരുടെ ഇത്തരത്തിലുള്ള അട്ടിമറിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം. കഴിഞ്ഞ 10 വർഷം PSC നടക്കുന്നത് പിൻവാതിൽ നിയമനം ഉൾപ്പെടെയാണ്. ഇത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. എന്നാൽ UDF സർക്കാർ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്നും കുറ്റക്കാരെ തുറങ്കലിൽ അടയ്ക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി ജനീഷ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളോട് സംസ്ഥാന ഗവൺമെന്റ് വളരെ കർശനമായി തന്നെ പറയുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PSC ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ഈ അട്ടിമറികളിൽ ഒരാളെ പോലും പുറത്തുവിടാത്ത തരത്തിലുള്ള അന്വേഷണത്തിന് കടക്കും. സംസ്ഥാന ഗവൺമെന്റ് അതിന് തന്നെ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്. തന്നെ അഴിമതിക്കാരനാക്കാനാണ് ശ്രമമെന്നും INTUC അധ്യക്ഷ പദവിയിൽ നിന്ന് താൻ രാജിവെക്കില്ലെന്നും R ചന്ദ്രശേഖരൻ. തൃശൂരിൽ ചേർന്ന INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ INTUC അധ്യക്ഷതാ പദവി തുടരാൻ R ചന്ദ്രശേഖരന് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഒരു പരാതി ഒരു സ്ഥാപനത്തെക്കുറിച്ച് വന്ന് ആ പരാതി കൊടുക്കുന്നവർ പരാതിയെ സംബന്ധിച്ച് അതിന്റെ പ്രതിഭാഗത്ത് നിൽക്കേണ്ടി വരുന്നവർ ഇവർ 2 പേരുമായിട്ടാണ് മാധ്യമങ്ങൾ സംബന്ധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ചില ചാനലുകൾ പരാതിയും അവരോട് ചോദിച്ചു നിൽക്കുന്ന ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ ചർച്ചയാണ്. നല്ല കാര്യം, അതൊക്കെ സ്വാഭാവികം. കാരണം എൻ്റെ പേര് അങ്ങനെയെങ്കിലും കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഞാനീ പറയുന്നത് അദ്ദേഹം ചോദിച്ചതിന് മറുപടി അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് ഞാനല്ല. അത് വിചാരണ സമയത്ത് കോടതിയാണ് സാക്ഷിമൊഴികളുടെയും റെക്കോർഡുകളുടെയും വാദപ്രതിവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ
ആ കോടതിയാണ് അതിൽ ഈ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, അതിനെന്ത് ശിക്ഷ കൊടുക്കണം, അത് വെറുതെ വിടണം, ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ രണ്ടുപേരും തീരുമാനിക്കപ്പെട്ടു. പ്രോസിക്യൂഷൻ അനുമതിയെ സ്വാഗതം ചെയ്യുന്നതായും ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും പരാതിക്കാരന്റെ വരുമാന സ്രോതസ് അന്വേഷിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 2005 മുതൽ 15 വരെ 10 വർഷക്കാലം കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി ആരോപണം മുഴുവൻ തന്റെ മേൽ കെട്ടിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. താൻ 2012 മുതൽ 15 വരെ 3 വർഷം മാത്രമാണ് ചെയർമാനായി ഇരുന്നിട്ടുള്ളത്. ഇക്കാലയളവിൽ 224 കോടിയുടെ പർച്ചേസ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതും ബോർഡ് ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ്. എന്നാൽ ഇക്കാലയളവിൽ ആർ ചന്ദ്രശേഖരൻ 2000 കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് മാധ്യമ ചർച്ചകൾ വരുന്നത്. തന്നെ കൂടി ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ കോടതിക്ക് കൊടുക്കുന്ന ഉത്തരവ് തന്റെ കൈവശം കിട്ടിയതിനെയും ആർ ചന്ദ്രശേഖരൻ ന്യായീകരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കാത്തതിന് കാരണമെന്താണെന്ന് അവരോട് ചോദിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 17 ലക്ഷം അംഗങ്ങളുള്ള കേരള INTUC ഇല്ലാതാക്കാനും സംഘടന അപമാനിക്കാനും മറ്റ് സംഘടനകളുമായി ചേർന്ന് ആര് പ്രവർത്തിച്ചാലും അതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നും ഏതു വിചാരണയും നേരിടാൻ തയ്യാറാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കൊരട്ടിയിൽ നടുറോഡിൽ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ ഉദയകുമാറിനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ കൊരട്ടി പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ വിനയ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ബാറിൽ അക്രമം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പോലീസിന്റെ മർദ്ദനം. നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് മർദ്ദിച്ചു. ബോധരഹിതനായ സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ. പുതുക്കാട് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രധാന കേബിളുകൾ പൊട്ടി. ഇന്റർനെറ്റ് സംവിധാനം മണിക്കൂറുകളോളം തകരാറിലായി. പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം റോഡ് നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനിടെയാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രധാന കേബിളുകൾ പൊട്ടിയത്. ഇതോടെ തൃശൂർ ജില്ലയിലേക്കുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ തടസ്സപ്പെട്ടു. BSNLന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുള്ള ഫൈബർ ലൈനുകളും പൊട്ടിയതോടെയാണ് ജില്ലയിൽ ഇന്റർനെറ്റ് വിതരണത്തിലും തടസ്സം നേരിട്ടത്. പലയിടത്തും ബ്രോഡ്ബാൻഡ് സർവീസുകൾ വേഗം കുറയുന്ന സ്ഥിതിയായിരുന്നു. പിന്നീട് തകരാർ പരിഹരിച്ചു. ആനകൾ ഇടയുന്നത് വർദ്ധിക്കുന്നതിലും വെടിക്കെട്ട് അപകടങ്ങൾ ഒഴിവാക്കാനും ശാസ്ത്രീയ പഠനം നടത്തണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. വെടിക്കെട്ടും ആനയും പൂരങ്ങളുടെ പ്രധാന ഘടകമാണ്. ഇവ രണ്ടുമില്ലെങ്കിൽ പൂരമില്ല. അതുകൊണ്ട് അപകടരഹിതമായ പൂരത്തിനായുള്ള ശാസ്ത്രീയ നടപടികൾക്ക് പ്രാധാന്യം ഏറി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് തിരുവമ്പാടി ദേവസ്വം ഏർപ്പെടുത്തിയ ധനസഹായ വിതരണം അദ്ദേഹം നിർവഹിച്ചു. അപകടത്തിൽ മരിച്ച തിരുവമ്പാടി പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളായിരുന്നവർക്കും വെടിക്കെട്ട് കരാറുകാരനായിരുന്ന സതീശനും 5 ലക്ഷം വീതവും മരിച്ച മറ്റുള്ളവർക്ക് 2 ലക്ഷം രൂപ വീതവുമാണ് വിതരണം ചെയ്തത്. ഇതിനു പുറമെ സതീശന്റെ കുടുംബത്തിന് കരാർ പ്രകാരം നൽകാനുള്ള ബാക്കി തുകയും കൈമാറി. MLA രാജൻ ജെ പല്ലൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ഡിവിഷൻ കൌൺസിലർ രേഷ്മ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover Lavraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എടാ, അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം.
ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട പൊറുത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി, നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളുപറമ്പിൽ രാമന്റെ വീടിന് മുകളിലെ ട്രസ് പറന്നുപോയി, വാട്ടർ ടാങ്കും പാരപ്പെറ്റും തകർന്നു. മണപ്പെട്ടി കമല ബാലകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ വീട്ടിലെ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ് അടുക്കളയും ഡൈനിംഗ് ഹാളും തകർന്നു. പോട്ടയിൽ മുറിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ ചില്ല ഒടിഞ്ഞു വീണ് ട്രസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. ഒരു 2 മണിക്ക് ഏകദേശം 2 മണി സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റിൽ നമ്മുടെ വാർഡിൽ പൊറത്തുശ്ശേരി തച്ചപ്പള്ളി റോട്ടിൽ ഒരു 3 വീട്ടിലായിട്ട് ഗംഭീര മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. കാറ്റിൽ വീടിൻ്റെ ഷീറ്റ് താഴേക്ക് വീണു, വാട്ടർ ടാങ്ക് പൊളിഞ്ഞു. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ നശിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ വീടായാലും ഇപ്പോൾ മണപ്പെട്ടി പ്രേംസൻ്റെ വീട്, അവരുടെ വീട്ടിലിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മരം വീഴുകയും ചെയ്തു. മരം വീണ് കിച്ചൺ പോയി, ഹോളും അതെ മൊത്തം പോയി, വെള്ളം ഇപ്പോൾ ഉള്ളിലാണ്. പിന്നെ വരുന്നത് കോട്ടയിൽ മുരളീച്ചേട്ടൻ്റെ വീട്ടിൽ, അവിടെ അതെ ഷീറ്റുമ്മയ്ക്ക് മൊത്തം വീണിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്, ജാതി വീണിട്ടുണ്ട്. പിന്നെ ജോയി ഏട്ടൻ്റെ വീട്ടിലും വീണിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ. 2 മണി കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഉറക്ക, ഭയങ്കര ശബ്ദത്തോടുള്ള കാറ്റും മഴ ഇല്ല. അപ്പോൾ കാറ്റ് വന്ന് ഭയങ്കര ഒച്ചയും ഇതും. ഞാൻ എന്നിട്ട് എല്ലാം കൂടി എന്നിട്ട് മരം വീണിട്ടാണെന്ന് അറിയില്ലേ. പിന്നെ നേരം വെളുത്ത് വൈകുന്നേരം തന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ മരം വീണ്. പിന്നെ കറണ്ട് സർവീസ് വയർ പൊട്ടി അപ്പുറത്ത് വീട്ടിൽ. പുതുക്കാട് ചുങ്കം റോഡിൽ വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. വളഞ്ഞൂപ്പാടം പറപ്പുള്ളി ലാലുവിന്റെ വാനിന് മുകളിലാണ് തെങ്ങ് വീണത്. അപകടത്തെ തുടർന്ന് ചിമിനി ഡാമിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ABC കേബിൾ പോസ്റ്റിൽ നിന്ന് പൊട്ടിവീണു. തെങ്ങ് വീണ് വൈദ്യുത പോസ്റ്റ് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി. KCB അധികൃതരും പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, സജന ഷിബു എന്നിവരും സ്ഥലത്തെത്തി. പ്രദേശത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ വെങ്കിടങ്ങ് തൊയക്കാവിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് വീണു. കോഴിപ്പറമ്പിൽ പെരിങ്ങാട്ട് വത്സല ഗോപിയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ പ്ലാവ് വീണത്. അപകടത്തിൽ വീട് ഭാഗികമായും കുടിവെള്ള ടാങ്കും പമ്പിംഗ് സംവിധാനവും തകർന്നു. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതകുളത്ത് പരക്കനാശം. കോതകുളം പടിഞ്ഞാറ് ഇല്ലിക്കുഴി UK നായർ റോഡിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ റഷീദിന്റെ വീടിന്റെ മേൽക്കൂരയും ഓടുകളും തകർന്നു. ശനിയാഴ്ച പുലർച്ചെ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. വീടിന്റെ മുൻഭാഗത്തെയും ശുചിമുറിയുടെ ട്രസ്സും തകർന്നു. ചാലുകുളം പള്ളി റോഡിലും മരങ്ങൾ വീണ് റോഡ് തടസ്സപ്പെടുകയും പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. തൃശൂർ നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് ഫൈബർ ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തൃക്കൂർ സ്വദേശി ബിനോജ്, കരുവന്നൂർ സ്വദേശി സജിൽ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 5 പേർ അടങ്ങുന്ന സംഘം പാടത്തെ വളർത്തുമീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നതിനിടെ ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാരായ നിഷാദ്, ഗിരീഷ്, മീൻ വളർത്തൽ കരാറുകാരൻ സുനിൽ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നെടുപുഴ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിലെ ED കേസിൽ CPM നേതാക്കൾക്ക് ജാമ്യം. മുൻ ജില്ലാ സെക്രട്ടറിമാരായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കല്ലൂർ PMLA കോടതിയാണ് ജാമ്യം നൽകിയത്. ഈ മാസം 21-ന് CPM ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ CPM പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ആകെ 83 പ്രതികളാണ് ഉള്ളത്.
സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വനിതകളുടെ സംരംഭകത്വ വികസനത്തിനായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനമായ ജൂലൈ 4-ന് അവരോടുള്ള ആദരസൂചകമായാണ് പുതിയ പദ്ധതിക്ക് അവരുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പദ്ധതി അവർ പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ആ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റുകളിലുമൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പം നമ്മുടെ ഒരു അദാലത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ജൂലൈ 29, 30, 31 തീയതികളിലായിട്ട്. പദ്ധതിയുടെ ആദ്യഘട്ടം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കി വിജയം കണ്ടതിന് ശേഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ വകുപ്പുകളിലോ അംഗീകൃത ഏജൻസികളിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ പട്ടികജാതി വർഗ വിഭാഗക്കാരുടെ ഗ്രൂപ്പുകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 75% സർക്കാർ സബ്സിഡിയായി അനുവദിക്കും. പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക. ശേഷിക്കുന്ന 25% തുക ബാങ്കുകളിലൂടെയോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലൂടെയോ വായ്പയായി കണ്ടെത്തണം. കുറഞ്ഞത് 2 വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന നിലവിലെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതി സഹായം നൽകും. ഇതിനായി പരമാവധി 5 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായി ജൂലൈ 29, 30, 31 തീയതികളിൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ എം.കെ. വർഗീസ് വീണ്ടും കോൺഗ്രസിൽ. തൃശൂർ DCC ഓഫീസിൽ മന്ത്രിമാരായ A.P. അനിൽകുമാറിന്റെയും കെ.എ. തുളസിയുടെയും സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റാണ് എം.കെ. വർഗീസിന് അംഗത്വം നൽകി ഷോൾ അണിയിച്ചത്. എന്നും കോൺഗ്രസുകാരനായിരുന്നു താനെന്ന് എം.കെ. വർഗീസ് പറഞ്ഞു. ചില തെറ്റുകളുടെ പേരിൽ 2020 കോൺഗ്രസ് തറവാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന താൻ വീണ്ടും കോൺഗ്രസിൽ സന്തോഷത്തോടെ സജീവമാവുകയാണെന്നും എം.കെ. വർഗീസ് TCVയോട് പറഞ്ഞു. ഞാനെൻ്റെ കോൺഗ്രസിൻ്റെ മനസ്സ് ഒന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. ഒപ്പം തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരനാണ്. ചില തെറ്റുകൾ സംഭവിച്ചു, അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ലൊരു മാറ്റം, അത്രയേ ഉള്ളൂ. പക്ഷേ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ, തറവാട്ടിലേക്ക് തന്നെ നടക്കുന്നു. എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. ആ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായി ഇന്ന് ബഹുമാനായ 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഇന്ന് തുളസി മിനിസ്റ്ററുടെയും അതുപോലെ തന്നെ ശ്രീ അനിൽ മിനിസ്റ്ററുടെയും ഒക്കെ സാന്നിധ്യത്തിൽ എനിക്ക് ഇന്ന് മെമ്പർഷിപ്പ് തന്നിട്ടുണ്ട്. ഇനി വളരെ സജീവമായി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ DCC ഉണ്ടാകും. സാധാരണ ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ തരത്തിലുള്ള എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ പരിപാടികളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് തീരുമാനം. റവന്യൂ മന്ത്രി A.P. അനിൽകുമാർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി എന്നിവർക്ക് തൃശൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും ചേർന്ന് മന്ത്രിമാരെ സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി A.P. അനിൽകുമാർ 10 വർഷമായി ജനങ്ങൾക്ക് കിട്ടാതിരുന്ന നീതി ലഭ്യമാക്കാൻ സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകി. പാവപ്പെട്ടവരെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതിനും അവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് തൃശൂർ ജില്ലക്കാരി കൂടിയായ മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, KPCC സെക്രട്ടറിമാരായ ഷാജി കോടകണ്ടത്ത്, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുളകുന്നത്തുകാവ് കില ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തി. കില കോളേജിലെ തുടർച്ചയായി വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെയും അധ്യാപകരുടെ കൂട്ടപിരിച്ചുവിടലിലും അനധികൃത നിയമനങ്ങൾക്കെതിരെയുമായിരുന്നു മാർച്ച്. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കിലയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകർ ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു സത്യൻ ഉദ്ഘാടനം ചെയ്തു.
ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PA മാധവന്റെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി VD സതീശൻ, ആരോഗ്യമന്ത്രി K മുരളീധരൻ എന്നിവർ സന്ദർശിച്ചു. മുണ്ടൂരിലെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രി K മുരളീധരൻ എന്നിവർ PA മാധവന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, UDF മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, DCC ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി തൂമ്പക്കോട് റോഡിൽ വീണുകിടന്ന തെങ്ങിൽ സ്കൂട്ടർ ഇടിച്ച ഗൃഹനാഥൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന് പരിക്കേറ്റു. മോതിരക്കണ്ണി മണ്ണുംപുറം തളിയൻ വീട്ടിൽ 65 വയസ്സുള്ള തോമസാണ് മരിച്ചത്. പരിക്കേറ്റ സഹോദരൻ പൌലോസിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൌലോസിന്റെ പരിയാരത്തുള്ള കൃഷിസ്ഥലത്തേക്ക് പോയതാണ് ഇരുവരും. തോമസാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അർദ്ധരാത്രിയിലെ കാറ്റിൽ കടപുഴകി വീണ തെങ്ങ് റോഡിൽ നിന്നും മുറിച്ചു മാറ്റിയിരുന്നില്ല. സ്കൂട്ടർ തെങ്ങിലിടിച്ചു കയറി ഇരുവരും റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം അറിഞ്ഞ് ഓടിക്കൂടിയ പരിസരവാസികളാണ് ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. ടോറസ് ലോറിയിടിച്ച് ചേറ്റുപുഴ കർമ്മലമാതാ പള്ളിയുടെ മതിൽ തകർന്നു. റോഡരികിൽ ലോറി നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഡ്രൈവർ. ലോറി നിരങ്ങിയിറങ്ങി പള്ളിമതിലിൽ ഇടിച്ചു കയറുകയായിരുന്നു. ആളുകളില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായെന്ന് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുംചേരിൽ TCVയോട് പറഞ്ഞു. ലോറിയുടെ ഹാൻഡ്ലോക്കിലെ തകരാറാണ് ഇറക്കത്തിലേക്ക് നിരങ്ങിയിറങ്ങാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വെളുത്തൂരിലേക്ക് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്നിരുന്ന ഇഷ്ടികകളായിരുന്നു ടോറസ് ലോറിയിലുണ്ടായിരുന്നത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ബൈക്ക് യാത്രികന്റെ കാൽവിരൽ അറ്റു. പാവർട്ടി വെൺമനാട് സ്വദേശി അത്താണിക്കൽ നിതിന്റെ കാലിലെ ചെറുവിരലാണ് അറ്റത്. മാവിൻചൂട് ലയൺസ് ക്ലബിന് സമീപമായിരുന്നു അപകടം. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ഫിഫ ലോകകപ്പ് 2026 ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വിറപ്പിച്ച കേപ്പ് വെർദെ ഒടുവിൽ പൊരുതി വീണു. മിയാമിയിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ 2-3 ഗോളുകൾക്ക് വിജയിച്ച മെസ്സിയും സംഘവും പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഗാനയുടെ പോരാട്ട വീരത്തെ പിടിച്ചുകെട്ടി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ മനോഹാരിതയുമായി കൊളംബിയ. ലോകകപ്പിലെ അവസാന റൗണ്ട് ഓഫ് പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് കൊളംബിയ ഗാനയെ മറികടന്നത്. കൊളംബിയയ്ക്ക് വേണ്ടി 14-ാം മിനിറ്റിൽ യോൺ അരിയാസ് ആണ് ഗാന വല കുലുക്കിയത്. ജൂലൈ 8-ന് നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും കൊളംബിയയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് TCV. ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി കൊറ്റമ്പള്ളി നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. 60 വയസ്സായിരുന്നു. വടക്കനാഥ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയാണ്. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂരിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഭവനിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഠനത്തിനൊപ്പം സ്വയം പരുവപ്പെടുത്താനുള്ള മികച്ച അവസരമാണ് വിദ്യാർത്ഥികൾക്ക് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിലൂടെ ലഭ്യമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. MLA രാജൻ J. പല്ലൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്,
കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വില്ലി ജിജോ എന്നിവർ പങ്കെടുത്തു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷനും 23ാമത് ട്രിച്ചൂർ സ്കൌട്ട്സ് ഓപ്പൺ ഗ്രൂപ്പും 81 റേഞ്ചർ ടീമും സംയുക്തമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഫയർഫോഴ്സ് വിദ്യാർത്ഥികൾക്ക് രക്ഷാമാർഗ്ഗങ്ങളെ സംബന്ധിച്ച് പരിശീലനം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തൃശൂരിൽ അനുമോദിച്ചു. ടൗൺഹാളിൽ നടന്ന അഭിമാൻ പ്രതിഭാ സംഗമം റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷ് മുഖ്യാതിഥിയായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. MLA രാജൻ ജെ പല്ലൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് അഭിമാന നേട്ടം. തിരുവനന്തപുരം റോട്ടറി ആൻഡ് വൈസ്മെൻ ക്ലബിന്റെ മികച്ച സംരംഭകനുള്ള പുരസ്കാരം ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് CEO PR രാജേഷിന്. വ്യത്യസ്ത മേഖലകളിലെ മികച്ച വ്യക്തികളിൽ നിന്ന് നോമിനേഷൻ സ്വീകരിച്ച് നടത്തിയ വിലയിരുത്തലിനൊടുവിലാണ് സാമ്പത്തിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തി PR രാജേഷിന് പുരസ്കാരം ലഭിച്ചത്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ശ്രദ്ധേയമായ വളർച്ചയും അദ്ദേഹത്തിന്റെ മികച്ച നേതൃപാഠവും ദീർഘവീക്ഷണവുമാണ് ഈ നേട്ടത്തിന് അടിത്തറയായത്. പുരസ്കാരദാന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോണിൽ നിന്ന് PR രാജേഷ് മികച്ച സംരംഭകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. MLA-മാരായ GR അനിൽ, AD തോമസ്, AA റഹീം MP, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിൻഡോ ജോൺ, പാച്ചല്ലൂർ അബ്ദുൾ സലീം മൗലവി, ചലച്ചിത്ര താരം കൊല്ലം തുളസി, റോട്ടറി വൈസ്മെൻ ക്ലബ് സെക്രട്ടറി ഡോക്ടർ J മോസസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 55 ബ്രാഞ്ചുകളുമായി വ്യാപിച്ചു കിടക്കുകയാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. കഴിഞ്ഞ വർഷം ഫ്യൂച്ചർ വെൽത്ത് ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തിയ പ്രവർത്തന മേഖലകളും സാരഥി PR രാജേഷിന്റെ കാഴ്ചപ്പാടുകളും പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റുന്നതായി. മമ്മിയൂരിൽ നടുറോഡിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 2 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പേരകം സ്വദേശി പണിക്ക് വീട്ടിൽ ഫിറോസ്, ഒരുമനയൂർ സ്വദേശി വട്ടപ്പറമ്പിൽ ബിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. വടിവാളുമായി നടുറോഡിൽ ഏറെ നേരം ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. സഹപാഠികളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം കൊറ്റംകുളങ്ങര സ്വദേശി കുടിലിങ്ങൽ വീട്ടിൽ സുധൻ എന്നയാളാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ്, SHO രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കള്ളുഷാപ്പിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ അജ്മലാണ് അറസ്റ്റിലായത്. മലപ്പാട് സ്വദേശി അരയംപറമ്പിൽ വീട്ടിൽ ദേവപ്രയാഗിനെയാണ് പ്രതി വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സ്കൂട്ടർ തകർക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് എടത്തുരുത്തി കനാൽ കള്ളുഷാപ്പിലായിരുന്നു സംഭവം. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജെനീഷ്. അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളന് താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമെന്നും മന്ത്രി. INTUC അധ്യക്ഷ പദവിയിൽ R ചന്ദ്രശേഖരന് പിന്തുണ. തൃശൂരിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ചത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ സംഘടനയെ തകർക്കാനാണെന്ന് ചന്ദ്രശേഖരൻ.
കൊരട്ടിയിൽ നടുറോഡിൽ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ് ഉദയകുമാറിനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. പുതുക്കാട് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പൊട്ടിയ പ്രധാന കേബിളുകൾ മാറ്റി സ്ഥാപിച്ചു. റോഡ് നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനിടെയാണ് കേബിളുകൾ പൊട്ടിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ ധനസഹായം വിതരണം ചെയ്തു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ സഹായ വിതരണം നിർവഹിച്ചു. ത്രില്ലർ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വിറപ്പിച്ച് കേപ്പ് വെർദെ പൊരുതി വീണു. അർജന്റീന ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി. വീടിനു മുകളിലെ ഡ്രസ്സ് പറന്നുപോയി. പുതുക്കാട് വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. നെടുപുഴയിൽ ഫൈബർ ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.